എല്ലാവരും നേരിട്ട് അറിയുന്ന ആൾ കൂടിയാണ് അദ്ദേഹം അല്ലേ? ഇവിടെ വരുമ്പോഴും ഞങ്ങൾ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഗ്രിഗോറിയോസ് തിരുമേനി കാതോലിക് ബാവ ആകണമെന്നുള്ളത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ തിരുമേനി കാതോലിക് ബാവ നാളെ ആവുകയാണ്. ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ വീട് തൊട്ടടുത്താണ്. നല്ല പരിചയമുള്ള പണ്ടേ ഒരു തിരുമേനിക്ക് ആകുന്നതിന് മുമ്പേ പരിചയമുണ്ട്. ഞങ്ങളുടെ തിരുമേനി സ്വന്തം തിരുമേനിയായിട്ട് നന്നായി വരട്ടെ എന്ന് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കണു. ചെറുതിലെ നമ്മുടെ കൂടെ വന്നതാണ്. സന്തോഷം തിരുമേനിക്ക് എല്ലാ ആശംസകളും നേരുന്നു. പോകാൻ പറ്റിയില്ല മാത്രമല്ലേ? നമ്മുടെ ഗ്രിഗോറിയോസ് തിരുമേനി ഒരു ബാവയായിട്ട് വരുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവരും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ബാവയായിട്ട് വരുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം തിരുമേനിയാണ്. ഞങ്ങളെപ്പോൾ വന്നാലും ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത തിരുമേനിയാണ്. ഒരു പ്രാവശ്യം ആളെ കണ്ടാൽ മതി, അടുത്ത പ്രാവശ്യം പിന്നെ കാണുമ്പോൾ തിരുമേനി വന്ന് വിശേഷം ചോദിക്കും. ഹാപ്പി, വളരെ സന്തോഷം. പോകാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? സന്തോഷമുണ്ട്. പ്രാർത്ഥിക്കുന്ന ഞങ്ങളെല്ലാവരും. ഞങ്ങൾക്ക് ഉത്സവത്തിന്റെ ദിവസങ്ങളാണിത്. സന്തോഷമുണ്ട്. ഞങ്ങളുടെ തിരുമേനി ഭാവിയാവണത്. എല്ലാവർക്കും നല്ല സഹായങ്ങളൊക്കെയാണ് തിരുമേനി ചെയ്യണത്. സാമൂഹ്യ സേവന രംഗത്തൊക്കെ സജീവമായ നല്ല സഹായങ്ങളൊക്കെ ഉണ്ട്. തിരുമേനി കാതോലിക്ക ഭാവിയാവുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷം. ദിവസങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ദിവസങ്ങളാണ്. നേരിട്ട് അറിയുന്ന ആളാണ് അദ്ദേഹം? അതെ അതെ, ഞങ്ങൾ പണ്ട് മുതൽ വർഷങ്ങളായി ഞങ്ങൾക്ക് അറിയാവുന്ന ആളാണ് അദ്ദേഹം. ഇത് അർഹിക്കുന്ന ആളാണ്. തിരുമേനി കാതോലിക്കാവായി വരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് തിരുമേനി ഭാവിയാണ്. എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് തിരുമേനി ഭാവിയായിട്ട് വരുന്നത്. തികഞ്ഞ പ്രതീക്ഷയിലും പ്രത്യാശയിലും ഒക്കെയാണ് ഈ വിശ്വാസികൾ എല്ലാവരും. കാരണം നമുക്കറിയാം, പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയമാണിത്. അവയെല്ലാം അതിജീവിച്ച് പുതിയൊരു തെളിച്ചമുള്ള സൂര്യോദയം തന്നെ ഏവരും പ്രതീക്ഷിക്കുന്നു. ബിനു തോമസിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.